ഇതിപ്പോൾ എൻ്റെ പെണ്ണുങ്ങളാണോ അതോ എൻ്റെ പെണ്ണുങ്ങളാണോ? എടാ, ഒരു ബ്രോക്കറായി എനിക്ക് തന്നെ ക്യൂട്ട്നെസ് കൂടി എൻ്റെ അസൂയല്ലോ. താൻ പേടിക്കണ്ട, പെണ്ണ് വരുമ്പോൾ ഞാൻ അപ്പുറത്തോട്ട് വല്ലതും മാറിയിരുന്നല്ലോ. ഈ കല്യാണേ എൻ്റെ പ്രസ്റ്റീജ് ശിഷ്യാണ്. അതെങ്ങനെ ഒരു പേര്, ബാലൻ കണ്ടച്ചാൽ മതി, ഒരു താടി മീശ വെച്ച ബാലൻ. കല്യാണം ആലോചിക്കാൻ തുടങ്ങി അന്ന് തൊട്ട് കേൾക്കുന്നതാണ് പൊക്കമില്ല സൗന്ദര്യമില്ല എന്ന് പറഞ്ഞുള്ള പ്രദർശനം കുറ്റപ്പെടുത്തൽ. ഗൾഫിൽ അത്യാവശ്യം നല്ലൊരു ജോലിയുണ്ട്, സ്നേഹിക്കാൻ അറിയാവുന്നൊരു മനസ്സുണ്ട്, അതുപോലെ. എൻ്റെ ചേട്ടാ അതല്ല ബ്രോ, ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് എന്നെപ്പോലെ നല്ല ഫ്രീക്ക് പൈമാരാവശ്യം. അതിൻ്റെ കൂടെ കുറച്ച് കലിപ്പൊക്കെ മൂത്തങ്ങ് മെയിൻറ്റെയിൻ ചെയ്തോണം. അങ്ങനെയല്ല എൻ്റെ അമ്മൂട്ടി എനിക്ക് നമ്മൾ വഴി സെറ്റായത്. അതങ്ങനെ ഇപ്പോഴും 90 ബസ് കിട്ടാത്ത ദൂരത്ത്. ഇതും കൂടെ ഞാൻ നോക്കും. ഇത് ശരിയായാലും ഞാൻ തിരിച്ച് ഗൾഫിന് പോവാ. ഈ കല്യാണം നടന്നില്ലെങ്കിലേ ഞാൻ എൻ്റെ ബ്രോക്കറെ പണി എടുത്തു. എന്നിട്ട് താൻ കാണിക്കാൻ പോവാ. ചേട്ടൻ്റെ കൂടെ ഗൾഫിൽ പോരും. എന്താട്ടാ കൊണ്ടുപോലേ? മാരണം. അതാ കൊച്ചു വരുന്നുണ്ട്. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കലിപ്പിട്ടിരുന്നോണോ. എന്ത് വെളുപ്പ് പറഞ്ഞാലും ചിരിക്കരുത്. ഇടവാ കൊച്ചു നല്ല പൊക്കമുണ്ടല്ലോ, കാണാനും കൊള്ളാം. താനെ കളിയാക്കാൻ വേണ്ടി വിളിച്ചു വരുത്താണോ? അതെന്നാ നോയെ പറയത്തുള്ളൂ. തൻ്റെ പൊക്കത്തിനനുസരിച്ച് വല്ലതും വേണമെങ്കിലേ വല്ല LP സ്കൂളിലോ ക്യൂ നിൽക്കേണ്ടി വരും. ഞാനിങ്ങോട്ട് മാറിയില്ല, താനെന്തെനിക്ക് കാണിക്കും. തന്നെ എടുത്തോളാം മാറി. കൊച്ചിനോയായിരിക്കും പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഇത്രയും പൊക്കോ സൗന്ദര്യമൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. നേരിട്ട് കണ്ടാമെന്ന് പറഞ്ഞാൽ ആ ബ്രോക്കറെ വിളിച്ചുകൊണ്ട് വന്നാൽ. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ടും വലിയ കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ സമയം കളയാനല്ല. ഞാൻ ഇയാളോട് പറഞ്ഞു പൊക്കവും സൗന്ദര്യമുള്ള ഒരാളെ എനിക്ക് വേണ്ടതെന്ന്. അങ്ങനെയൊക്കെയാണ് ഒരാൾ ജഡ്ജ് ചെയ്യേണ്ടത്. ഇതും കൂടെ കൂട്ടി എൻ്റെ 26ാമത്തെ പെണ്ണ് കാണല. എന്നും പൊക്കത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ നിരീക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ജാതിയും മതവും ഫാമിലി സ്റ്റാറ്റസും ഒക്കെ നോക്കി പ്രണയിച്ചതാ. എന്നിട്ട് എന്തായി? ഇട്ടിട്ട് പോയോ? ഒരു വിധത്തിലാ രക്ഷപ്പെട്ടത്. അവനെ നോക്കി ചിരിച്ചിട്ട് പോലും ഇല്ല. അവന് മൊത്തം എപ്പോഴും കലിപ്പ. ഇനി ഇവനെങ്ങാനും. അത് മാത്രമല്ല, എന്ത് ഡ്രസ്സ് ഇടണമെന്ന് വരെ അവൻ തീരുമാനിക്കും. അതിന് ജീൻസിനും ടോപ്പിനും ഷോൾ എടുത്തില്ല ചായ. അതൊന്നും എനിക്കറിയണ്ട. എന്താണ് നീ ഷോ ഇട്ട് വെടി ഇറങ്ങിയാൽ മതി. ഞാൻ ആരോട് സംസാരിച്ചാലും അവന് സംശയമാണ്. ആരോട് വിളിച്ചോണ്ടിരുന്ന? നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിയല്ലേ? പപ്പയോ? ഞാൻ വിളിച്ചെടുക്കുമ്പോൾ പപ്പനെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണോ? ആണോ? നീ കൂടുതലൊന്നും പറയൊന്നും വേണ്ട. നീ വെച്ചിട്ട് ഓക്കെ. പപ്പക്കിട്ട് പണിയണം. സോറി. ഒരുപാട് അനുഭവിച്ചു. അതുകൊണ്ട് ഇനി എനിക്ക് വേണ്ടത് എന്നെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരാളെയാ. അതിന് ബാലനെ എനിക്ക് വിശ്വസിക്കാമോ? എനിക്കങ്ങനെ വലിയ കൺസെപ്റ്റ്സ് ഒന്നും ഇല്ലെന്നേ. എന്നെ മനസ്സിലാക്കുന്ന ആരായിരിക്കണം, എൻ്റെ കുറവുകളൊക്കെ അംഗീകരിക്കണം, അത്രേ ഉള്ളൂ. ആരും പെർഫെക്റ്റ് അല്ല ബാലൻ. പിന്നെ ഈ പൊക്കമില്ലായ്മയുടെ കാര്യം ഓർത്തിട്ടുള്ള കോംപ്ലക്സ് ഒന്നും വേണ്ട കേട്ടോ. ഈ മാരേജ് എന്ന് പറയുന്നത് 2 മനസ്സുകൾ തമ്മിലുള്ള കൂടിച്ചേരൽ കൂടിയാണല്ലോ. അതുകൊണ്ട് മനസ്സിന്റെ വലുപ്പമല്ലേ നോക്കേണ്ടത്. സോറി, ഞാൻ ബോറാക്കുന്നില്ലല്ലോ അല്ലേ? ഒരിക്കലും ഇല്ല. എനിക്ക് തന്നെ ഇഷ്ടമായി. കുട്ടിക്കും ഓക്കെ ആണെങ്കിൽ ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്, എന്നിട്ട് വേണം തീരുമാനിക്കാൻ. എന്താ? ചോദിച്ചോളൂ. തനിക്ക് കുക്കിംഗ് അറിയുമോ? അത്യാവശ്യം ജീവിച്ച ആൾ കുക്കിംഗ് ഒക്കെ എനിക്കറിയാന്നേ. നമുക്ക് നോക്കാം. നമുക്കൊന്ന് നടന്നാലോ? വാ. മനമാകെ
തൻ്റെ കല്യാണമല്ലേ, നടത്തി തരാം തരാം. എല്ലാത്തിനും കൂടി ഞാൻ ഒരുത്തരല്ലേ ഉള്ളൂ, തരാം. അപ്പൊ മോന്റെ കാര്യം, മോനെ ഫുള്ള് തിരക്ക, എന്താ ചെയ്യാ? നല്ല അടക്കോ ഒതുക്കമുള്ള ഒരു പെണ്ണ് വേണം. മോനി കലിപ്പൊക്കെ എടുത്തൊന്ന് മാറ്റണം. അങ്ങനെ എൻ്റെ അമ്മൂട്ടി എന്നെ ഇട്ടച്ച് പോയി. പോട്ടെ ബ്രോ, എന്നെ ഒരുത്തി പോലെ ഇട്ടേച്ച് പോയതാ. പക്ഷേ ഇപ്പത്തെ എങ്ങനെയല്ല, നിനക്ക് നല്ലൊരു അടിപൊളി കുട്ടിയത് കണ്ടുപിടിച്ചത്. അത് മതി, അത് മതി. നല്ല അടക്കം ഒതുക്കൊണ്ടായാൽ മതി.